ഹായ് ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി മീൻകുളം ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. ഇതുപോലെ ഒരു പടുതാക്കുളം ഉണ്ടാക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാം എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതിനായിട്ട് ദയവീത് ഈ വീഡിയോ മുഴുവനും കാണാൻ ശ്രമിക്കുക. അതിനായിട്ട് നമ്മൾ ഏറ്റവും ആദ്യം കണ്ടുപിടിക്കേണ്ടത് നല്ല ലെവലായിട്ടുള്ളൊരു ഏരിയ ആണ്. പിന്നെ കഴിവതും മരങ്ങളൊക്കെ ഇല്ലാത്ത സ്ഥലം നോക്കുക. കാരണം മരങ്ങൾ വലുതാണെങ്കിൽ അതിൻ്റെ വേരിറങ്ങി നാളെ ഈ പടുതാ കീറാനും അങ്ങനെ ഒത്തിരി ചാൻസ് ഉണ്ട്. 5 അടി നീളവും 5 അടി വീതിയുമുള്ളൊരു കുളമായിരുന്നു നമ്മൾ കുത്താൻ വേണ്ടി ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. പിന്നീട് കുറച്ചു കാലം നമ്മൾ മഴ കാരണം പണി നിർത്തിവെച്ചിരുന്നു. പക്ഷേ ആ സമയത്ത് ആ കരയ്ക്ക് കിടന്ന മണ്ണ് മൊത്തം തിരിച്ചു വീണ് ആ കുഴി അങ്ങ് മൂടിപ്പോയായിരുന്നു. പിന്നെ നമ്മൾ പണി റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചപ്പോൾ ഓർത്തു എന്താണെങ്കിലും ചെയ്യുമല്ലോ, അപ്പോൾ ഇച്ചിരി വലിപ്പം കൂട്ടിയേക്കാന്ന് ഓർത്ത് നമ്മൾ 20 അടി നീളവും 10 അടി വീതിക്കും കുളം കുത്താൻ വീണ്ടും തുടങ്ങി. കുഴിക്കും തോറും കിട്ടുന്ന മണ്ണ് നമ്മളൊരു പ്ലാസ്റ്റിക് ചാക്കിൽ നിറച്ച് സൈഡിലേക്ക് അടുക്കി അടുക്കി വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മണ്ണ് മാറ്റി മാറ്റി ഏകദേശം ഒരു കുഴി ആകാറായെന്ന് കണ്ടപ്പോൾ നമ്മൾ വളരെയധികം ഹാപ്പി ആയിരുന്നു. കുളത്തിൻ്റെ വലിപ്പം കൂട്ടിയതോടെ കുഴിക്കാനൊക്കെ നല്ല പാടുപെട്ടു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒറ്റയ്ക്ക് ഉള്ളത് കൊണ്ട് നല്ലോണം സമയം എടുക്കുന്നുണ്ടായിരുന്നു ഈ കുഴി വലുതാക്കി എടുക്കാൻ വേണ്ടി. അതായത് ഈ ഒരു സ്റ്റേജ് വരെ എത്തിക്കാൻ വേണ്ടി ഏകദേശം 1 വർഷം മണ്ടയിൽ എനിക്ക് സമയം ചിലവായിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ കഷ്ടപ്പാട് കണ്ട ഒരു ദിവസം ഞാൻ പോലും അറിയാതെ എൻ്റെ ഫാദർ ഒരു JCB വിളിച്ച് വലിയൊരു കുഴി കുത്തി തന്നു. ഇത് കണ്ടപ്പോൾ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. പിന്നെ നമ്മൾ ഇതിനു വേണ്ടി ഇടുന്ന എഫേർട്ട് ഒരിച്ചിരി കൂടുമെന്നേ ഉള്ളായിരുന്നു. പക്ഷേ കഷ്ടപ്പെട്ടാൽ നമുക്ക് അതിനുള്ള ഫലം കിട്ടും. പിന്നെ ഭാഗ്യത്തിന് നമുക്ക് ഇതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ ഒരു പണിക്കാരൻ ചേട്ടനും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയായിരുന്നു ബാക്കി ചെയ്തിരുന്നത്. അങ്ങനെ നമ്മുടെ കുളം ഇപ്പോൾ 28 അടി നീളവും 26 അടി വീതിയുമാണ് ഉള്ളത്. ഈ ഒരു അളവിലാണ് നമ്മൾ കുളത്തിൻ്റെ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടും ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് ഈ ഒരു ഏരിയനെ നല്ല അടിപൊളിയാക്കി എടുക്കണം. ഈ ഒരു കുഴിക്ക് ഏകദേശം 6 അടിയോളം താഴ്ച ഉണ്ടായിരുന്നു. അതുമൂലം നമുക്ക് കയറാനും ഇറങ്ങാനും നല്ല പാടായിരുന്നു. അതുകൊണ്ട് ആ ഒരു കവുങ്ങെ കെട്ടിയിട്ടിരിക്കുന്ന ആ ഒരു കയറ് വഴിയായിരുന്നു നമ്മൾ കയറി ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഈ കുഴിക്കകത്ത് 3-4 വാഴകൾ നിൽപ്പുണ്ടായിരുന്നു. നമ്മളതെല്ലാം ചുവടെ അങ്ങ് വെട്ടി മാറ്റിയിരുന്നു. കാരണം അതിൽ ചെറിയൊരു തരിയെങ്കിലും ഉണ്ടെങ്കിൽ നാളെ അത് കിളുത്ത് വന്നാൽ പോലും നമ്മുടെ പടുതായി അത് ഹാം ചെയ്യില്ല. കുഴിക്കുള്ളിൽ കിടന്നിരുന്ന മണ്ണ് നമ്മൾ ഇതുപോലെ എടുത്ത് ചാക്കുകളിൽ നിറച്ചായിരുന്നു വെച്ചിരുന്നത്. ഇങ്ങനെ വെക്കുന്നത് മൂലം കുളത്തിന് മുകൾ ഭാഗം നമുക്ക് നിൽക്കാനും എന്തൊരാവശ്യത്തിന് ലെവലായി കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതുമൂലം നമുക്ക് കുളത്തിൻ്റെ താഴ്ച കൂട്ടാനും സാധിക്കുന്നതാണ്. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് ചാക്ക് ഇതുപോലെ നേരെ വെച്ച് അതിലേക്ക് മണ്ണിടാനായിരുന്നു. അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് നല്ല ഹൈറ്റ് ലഭിക്കുകയും ചെയ്യും. ഇതിനുശേഷം നമ്മൾ കുളത്തിന് ഉൾഭാഗം റെഡിയാക്കാൻ തുടങ്ങിയിരുന്നു. താഴ്ഭാഗത്ത് ഒത്തിരി എഡ്ജ് വന്ന് ലോഡ് കയറാത്ത രീതിയിൽ നമ്മൾ നല്ല സ്ലോപ്പ് ആക്കിയായിരുന്നു താഴ്ഭാഗമൊക്കെ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഈ കുളത്തിൽ ഒത്തിരി അധികം കല്ലുകളുണ്ടായിരുന്നു. നമ്മളെല്ലാ കല്ലുകളും എടുത്തു മാറ്റി. ഒരു ഒരു ചെറിയ കല്ല് പോലും നമ്മൾ വെച്ചിരുന്നില്ല. കാരണം അത് തറയിൽ കടന്നു കഴിഞ്ഞാൽ നമ്മൾ പടുത കൂട്ടി ചവിട്ടുമ്പോൾ അങ്ങനെ പോലും പടുത കീറാനുള്ളൊരു ചാൻസ് നമ്മൾ ഒഴിവാക്കിയിരുന്നു. പിന്നീട് വശങ്ങളിലുണ്ടായിരുന്ന കമ്പും വേരും എല്ലാം നമ്മൾ എടുത്തു മാറ്റിയിരുന്നു. അതുപോലെ തന്നെ സൈഡിൽ കൂർത്ത് നിന്നിരുന്ന കല്ല് അതുപോലെ നമ്മൾ ചെക്ക് ചെയ്ത് എല്ലാം എടുത്ത് മാറ്റിയായിരുന്നു. പിന്നെ നമ്മൾ സൈഡിൽ നിന്ന് ഈ കൂർത്ത കല്ലുകളൊക്കെ എടുത്ത് മാറ്റിയപ്പോൾ അവിടെ ചെറിയ ചെറിയ ഹോളുകൾ വന്നായിരുന്നു. അവിടെയെല്ലാം നമ്മൾ നല്ല ചള്ള കുഴച്ച് സൈഡിലേക്ക് തേച്ച് പിടിപ്പിച്ചു. അത് ആ ഒരു കുഴി അടയ്ക്കാനും പിന്നെ ഒരു പ്രൊട്ടക്ഷൻ എന്ന നിലയ്ക്കും കൂടെ കൂട്ടിയാണ് നമ്മൾ ആ ചള്ള കുഴച്ച് അവിടെ വെച്ചത്. അങ്ങനെ സൈഡിലെ കാര്യങ്ങൾ ഏറെക്കുറെ ശരിയാക്കിയതിന് ശേഷം നമ്മൾ തറഭാഗം ശരിയാക്കാൻ തുടങ്ങിയിരുന്നു. പലരും പറയാറുള്ളത് ഒരു സൈഡിലേക്ക് ചെരിച്ച് സ്ലോപ്പ് ഇട്ട് അവിടെ വേസ്റ്റ് പോകുന്ന രീതിക്ക് തറഭാഗമാക്കണമെന്നാണ്. എന്നാൽ നമ്മൾ അങ്ങനെയല്ല ചെയ്തിരുന്നത്. നമ്മൾ നടുക്ക് വേസ്റ്റ് മൊത്തം വന്ന് അടിയിൽ നിന്ന് ആ കുഴിയിലേക്ക് വരുന്ന രീതിക്കായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. താഴ്ഭാഗത്ത് ചെറിയൊരു ചെരിവുണ്ടായിരുന്നു. നമ്മൾ ആ കുഴി എടുക്കുന്നത് മൂലം ആ മണ്ണെടുത്ത് സൈഡിലേക്ക് ഇട്ടത് കൊണ്ട് ആ ഒരു ചെരുവും ലെവലായി തറഭാഗം ഒരേ ലെവലിൽ നടുക്ക് കുഴിയിലേക്ക് വരുന്ന രീതിക്ക് നമുക്ക് ആക്കാനും പറ്റിയിരുന്നു. പിന്നെ പലയിടത്തും നമ്മൾ ശ്രദ്ധിച്ചു ഇങ്ങനെ കുളം ഉണ്ടാക്കുമ്പോൾ അവിടെ സ്റ്റെപ്പ് ഇടരുതെന്ന്. കാരണം അങ്ങനെ സ്റ്റെപ്പ് ഇട്ടാൽ നമ്മൾ ഈ പടുതായിൽ കൂടെ ചവിട്ടി ഇറങ്ങുന്നത് മൂലം പടുത പെട്ടെന്ന് കീറാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അതത്ര പ്രശ്നമല്ല എന്ന് മനസ്സിലായതോടെ നമ്മൾ സ്റ്റെപ്പ് ഇട്ട് തന്നെയാണ് കുളം പണിതത്. അതുകൊണ്ട് കാര്യങ്ങൾ പിന്നീട് അങ്ങോട്ട് വളരെ എളുപ്പമായിരുന്നു. പിന്നീട് നമുക്ക് മനസ്സിലായി ചാക്ക് അങ്ങനെ നേരെ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ കുളത്തിൻ്റെ മുകൾ ഭാഗത്തെ ആ ഒരു സ്ട്രക്ചറിനെ ബാധിക്കും, ഒരു ബലം കിട്ടില്ലെന്ന്. അത് മനസ്സിലാക്കിയതോടെ നമ്മൾ വീണ്ടും ചാക്ക് ചെരിച്ച് വെച്ച് മണ്ണ് ലെവലിൽ ഇങ്ങനെ അടുക്കി അടുക്കി തന്നെയാണ് ചാക്ക് വെക്കാൻ തുടങ്ങിയത്. അതാകുമ്പോൾ നമ്മൾ അതിൻ്റെ മണ്ടയിൽ കയറി നിൽക്കുകയോ പിന്നീടായാലും പടുത നൂർത്തി വെക്കണമല്ലോ, എന്തിനും ആ ഒരു ബലം കിട്ടും. പിന്നെ അകത്തും സൈഡിലും ഒക്കെ വിരിക്കാൻ പ്ലാസ്റ്റിക് ചാക്കുകൾ ഇഷ്ടം പോലെ വേണ്ടി വരും. നമ്മൾ വിചാരിച്ച് കൂടുതൽ വേണം. തറഭാഗത്ത് നമുക്ക് ഈ ചാക്ക് ജസ്റ്റ് ചുമ്മാ ഇട്ടാൽ മതി. എന്നാൽ സൈഡിൽ അങ്ങനെയല്ല. സൈഡിൽ ഇടണമെങ്കിൽ അവിടെ ഇരിക്കത്തില്ലാത്തത് കൊണ്ട് നമ്മൾ ഇതുപോലെ ചാക്കെടുത്ത് തയ്ച്ചു 3 ലെയറായിട്ട് തയ്ച്ചിട്ടാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ചാക്ക് ഒരിക്കലും ഇങ്ങനെ കിടക്കുകയില്ല. എല്ലാവരും ഇതുപോലെ ചെയ്യാൻ നോക്കുന്നതാണ് നല്ലത്. പിന്നെ കുളത്തിൻ്റെ അടിഭാഗത്തേക്ക് വന്നപ്പോൾ നമ്മൾ കീറിയതും വേണ്ടാത്തതുമായ എല്ലാ പ്ലാസ്റ്റിക്കുകളും അടിയിൽ നല്ല കട്ടിക്ക് വിരിച്ചിരുന്നു. കാരണം നമ്മൾ ഇറങ്ങി നിൽക്കുന്നത് മൂലം അവിടെ ഡാമേജ് ആകാൻ ചാൻസ് ഉണ്ട്. പിന്നെ സൈഡിലും മാക്സിമം നല്ലവണ്ണം തന്നെ നമ്മൾ ചാക്ക് വയ്ക്കാൻ നോക്കുക. കാരണം അതല്ലെങ്കിൽ എലിയൊക്കെ കടിക്കാനുള്ള സാധ്യതയുണ്ട്. എലി നമ്മുടെ ഇതിൽ കടിച്ച് വിഷയം വന്നിട്ടുണ്ട്. അതെല്ലാം ഞാൻ പിന്നീട് വീഡിയോ കാണിക്കാം.
അങ്ങനെ ഈ കാണുന്ന ടാർപോളിൻ ഷീറ്റാണ് നമ്മൾ കുളത്തിനുള്ളിൽ വിരിക്കാൻ ഉദ്ദേശിക്കുന്നത്. 34 അടി നീളവും 30 അടി വീതിയുമാണ് ഈ പടുതായ്ക്കുള്ളത്. കാണുന്ന പോലെയല്ല, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഞങ്ങൾ 4 പേരെങ്കിലും ഇത് പൊക്കാൻ വേണ്ടി വന്നു. 550 GSM വരുന്ന HDP ഷീറ്റാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. പിന്നെ ആസ് യൂഷ്വൽ പടുത കുളത്തിന് നടുക്ക് വെച്ച് നുറുക്കാൻ നോക്കുക. കാരണം ഒരിക്കലും സൈഡിൽ നിന്ന് പുറത്തു നിന്ന് നുറുക്കാൻ നോക്കല്, അത് നമ്മൾ ശരിക്കും പാടുപെടും. ഇതുപോലെ സൈഡിൽ നിന്ന് നിവർത്തി കഴിഞ്ഞാൽ അവർ മടക്കിയ രീതിക്ക് വെച്ച് നമുക്ക് സിമ്പിളായിട്ട് നിവർത്തി കുളത്തിനുള്ളിൽ വിരിക്കാനും സാധിക്കും. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും വന്നതുകൊണ്ട് ഈ ഒരു സ്റ്റേജ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ സാധിച്ചു. നിങ്ങളും ചെയ്യുമ്പോൾ കുറച്ച് ആൾക്കാർ കൂടുതലുള്ളത് നന്നായിരിക്കും. കാരണം ഈ പടുത മടങ്ങിയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നീട് അതിനുള്ളിൽ ചുളിവ് വരാനും ഇഴജന്തുക്കളൊക്കെ കയറിയിരിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ തുടക്കം തന്നെ മാക്സിമം എല്ലാ സൈഡിലും ചുളിവുകളും നൂർത്തി വയ്ക്കുക. പിന്നീട് നമുക്ക് വെള്ളം നിറഞ്ഞ് ലോഡായി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എളുപ്പത്തിൽ മാറ്റാൻ സാധിക്കില്ല. പിന്നെ ആ സ്റ്റെപ്പ് വരുന്ന ഭാഗത്തും പടുത നന്നായി നൂർത്തിയിടാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അതിന് അടിയിൽ നല്ലോണം ചാക്കുകൾ ഇടുക. കാരണം നമ്മൾ സ്ഥിരം ആ സ്റ്റെപ്പ് വഴിയാണ് കയറുന്നത് ഇറങ്ങുന്നത്. ഇതുപോലെ കുളം ഉണ്ടാക്കുമ്പോൾ പലരും സ്റ്റെപ്പ് ഇല്ലാതെ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. സ്റ്റെപ്പ് ഇട്ട് തന്നെ ചെയ്യുക. കാരണം ഇത്രയും താഴ്ചയിൽ കയറി ഇറങ്ങുന്നത് അത്ര എളുപ്പമല്ല. വെള്ളം വന്നു കഴിയുമ്പോൾ പടുതായ്ക്ക് നല്ല തെന്നലും വരും. നമ്മൾ ഈ സ്റ്റെപ്പ് ഉള്ളതുകൊണ്ട് നമുക്കത് വളരെ ഹെൽപ്ഫുള്ളും ആയിട്ടുണ്ട്. അതുകൊണ്ട് പലരും പറയുന്നത് ശ്രദ്ധിക്കുക, നിങ്ങളും സ്റ്റെപ്പ് ഇട്ട് തന്നെ പണിയാൻ നോക്കുക. എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്തപ്പോൾ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ തീർക്കാൻ സാധിച്ചു. എന്നിട്ട് പോലും സമയം നല്ല ഈവനിങ് ആയി. എങ്കിലും നമുക്ക് കുളം ഇത്രയും ചെയ്തിട്ട് വെള്ളം നിറച്ച് കാണാനുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ ഈവനിങ് തന്നെ കുളത്തിൽ അത്യാവശ്യം കുറച്ച് വെള്ളം നിറച്ചിട്ടിരുന്നു. നമുക്കിങ്ങനെ വലിയ വീഡിയോ ഇട്ട് എക്സ്പീരിയൻസ് ഒന്നുമില്ല. അതുകൊണ്ട് ഇതിൽ ചെറിയ സംസാരിക്കുന്നതിലുള്ള തെറ്റുകളോ പിഴവുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശ്രമിക്കുക. വരും വീഡിയോയിൽ നമുക്ക് നന്നാക്കാൻ ശ്രമിക്കാം. പിന്നെ ഈ ഒരു വീഡിയോ ഒരിക്കലും നമ്മളിതുപോലെ വ്ളോഗ് ആക്കണമെന്നോ എന്നൊന്നും കരുതി എടുത്തിരുന്നതല്ല. അതുകൊണ്ട് അതിൻ്റേതായ പോരായ്മകളും കാണും. നമ്മൾ പഴയുള്ള വീഡിയോ എല്ലാം വെച്ച് ഇപ്പോൾ ജസ്റ്റ് ഒരു വ്ളോഗ് ആക്കി ഇട്ടെന്നേ ഉള്ളൂ. ഓരോ തുടക്കക്കാർക്കും മീൻകുളം കുത്തി ഇതുപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും മസ്റ്റായിട്ട് നമ്മുടെ ഈ വീഡിയോ കാണുക. കാരണം ഇനി അങ്ങോട്ട് വരുന്ന വീഡിയോയിൽ നമ്മൾ മീൻ കുഞ്ഞുങ്ങളെ വാങ്ങിയപ്പോൾ നമുക്ക് പറ്റിയ ചതിയും പിന്നെ നീർക്കാക്ക പിടിച്ചത്, നമ്മുടെ പടുത എലി കടിച്ച് കീറിയത്, അങ്ങനെ ഒത്തിരി അധികം സംഭവ വികാസങ്ങൾ നടന്നിട്ടുണ്ട്. അതെല്ലാം കാണുന്നതിനായി നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ബാക്കിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ഹെൽപ്ഫുൾ ആകുന്നതുമാണ്. പിന്നെ കുളത്തിൽ മീനിടുന്നതിന് മുന്നേ ഒരു 3 ദിവസമെങ്കിലും നമ്മൾ വെള്ളം നിറച്ചിടണം. എന്നാലേ ആ പ്ലാസ്റ്റിക്കിൽ എന്തെങ്കിലും കെമിക്കൽസോ വേസ്റ്റുകളോ ഉണ്ടെങ്കിൽ പൊക്കോളും. പിന്നെ നമ്മൾ എന്താണെങ്കിലും കുളം കുത്തി ഒരു 1 വീക്ക് നമ്മുടെ ഫ്രണ്ട്സും കുട്ടികളും എല്ലാം ആയിട്ട് അടിച്ചു പൊളിച്ചതിന് ശേഷമാണ് നമ്മൾ കുളത്തിൽ മീനിട്ടത്.